AI ഏജൻറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിനും വർക്ക് ഫ്ലോസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് N8N. കോഡ് എഴുതാതെ തന്നെ ഏജൻസിനെ ബിൽഡ് ചെയ്യുന്നതിന് N8N യൂസ് ചെയ്ത് സാധിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക, കസ്റ്റമേഴ്സുമായി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക, HR മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്നിവ AI യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യുവാൻ N8N യൂസ് ചെയ്ത് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് യൂസ് കേസസ് ബിൽഡ് ചെയ്യുന്നതിന് ഇതിലൂടെ സാധിക്കും. N8N ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ റൺ ചെയ്യാവുന്നതാണ്. ഡോക്കർ പോലെയുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്കിത് റൺ ചെയ്യുവാൻ സാധിക്കും. ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻറ്റ് ബിസിനസ് യൂസ് കേസസ് മെൻഷൻ ചെയ്തിരിക്കുന്നതായി കാണാം. അതിലൊന്നാണ് IT ഓപ്പറേഷൻസ്. ഒരു ന്യൂ എംപ്ലോയി ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നടക്കാവുന്ന ഓപ്പറേഷൻസ് ഒരു AI ഏജൻറ്റ് യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, പുതിയ എംപ്ലോയിക്ക് വേണ്ടിയുള്ള അക്കൗണ്ട്സ് ക്രിയേഷൻ, ജിറ അക്കൗണ്ട് ക്രിയേഷൻ, സ്ലാക്ക് അക്കൗണ്ട് ക്രിയേഷൻ, ഗിറ്റ്ഹബ് അക്കൗണ്ട് ക്രിയേഷൻ, ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുവാൻ സാധിക്കും. യൂസർ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് എല്ലാ അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇതിലൂടെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്യുവാനും ഏജൻസിനെ ബിൽഡ് ചെയ്യുവാനും N8N യൂസ് ചെയ്ത് സാധിക്കും. 500-ലധികം ഇൻ്റഗ്രേറ്റഡ് ടൂൾസ് N8N പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറൻറ്റ് AI ഏജൻറ്റ്സ് ബിൽഡ് ചെയ്യുവാൻ ഇത്തരം ടൂൾസ് യൂസ് ചെയ്ത് സാധിക്കും. ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് സൈനപ്പ് പേജ് ഓപ്പൺ ചെയ്യുക, അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഇവിടെ 40 ഡേയ്സ് ട്രയൽ അക്കൗണ്ടും പ്രീമിയം അക്കൗണ്ടും അവൈലബിൾ ആണ്. അക്കൗണ്ട് ക്രിയേറ്റ് ആയാൽ വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഒരു ടെലിഗ്രാം AI ഏജൻറ്റ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു ടെലിഗ്രാം ഏജൻറ്റ് ചെയ്യുന്നത് നമ്മൾ ടെലിഗ്രാം ചാറ്റിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഗൂഗിൾ കലണ്ടറിൽ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു. അതോടൊപ്പം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ തിരിച്ച് ടെലിഗ്രാം ചാറ്റിൽ റിപ്ലൈ ആയി നൽകുന്നു. ഇതിൻ്റെ ഒരു ഡെമോ നോക്കാം. ഈ ഒരു ഏജൻറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്ന് പിന്നീട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഏജൻറ്റ് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഏജൻറ്റിൻ്റെ ട്രിഗറിംഗ് ഇവൻ്റ് എന്നത് ടെലിഗ്രാം ചാറ്റ് മെസ്സേജ് ആണ്. ഞാനിവിടെ ഒരു ഇൻപുട്ട് മെസ്സേജ് നൽകുന്നുണ്ട്. ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ പ്രൊജക്ട് കാൾ എന്ന ഡിസ്ക്രിപ്ഷനിൽ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 to 10:30 ആണ് മീറ്റിംഗ് ടൈം. ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഏജൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. എല്ലാ നോട്ട്സും സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഏജൻറ്റിൻ്റെ റിപ്ലൈ മെസ്സേജ് കാണുവാൻ സാധിക്കും. ഇനി ഗൂഗിൾ കലണ്ടർ ചെക്ക് ചെയ്താൽ സ്പെസിഫൈ ചെയ്ത ടൈമിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തതായി കാണാം. ഇനി ഈ ഒരു ഏജൻറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു ഏജൻറ്റിൻ്റെ ബേസിക് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ടെലിഗ്രാം മെസ്സേജ് ഇൻപുട്ടായി എടുത്ത് ഒരു AI മോഡലും സെറ്റ് ഓഫ് ടൂൾസും യൂസ് ചെയ്ത് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രിഗർ ആണ്. ഇവിടെ ട്രിഗറിംഗ് ഇവൻറ്റ് ടെലിഗ്രാം മെസ്സേജ് ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ ടെലിഗ്രാം എന്ന് സെർച്ച് ചെയ്ത് ടെലിഗ്രാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓൺ മെസ്സേജ് എന്ന ഇവൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ക്രെഡൻഷ്യൽസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ടെലിഗ്രാം API കീ ആണ് കൊടുക്കേണ്ടത്. ടെലിഗ്രാം API കിട്ടുന്നതിന് ടെലിഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. ദെൻ ബോട്ട് ഫാദർ എന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ സെർച്ച് ചെയ്യുക. ഒരു വെരിഫൈഡ് ഗ്രൂപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ /new bot എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മളൊരു പുതിയ ചാറ്റ് ബോട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ചാറ്റ് ബോട്ടിൻ്റെ നെയിം എന്താണ് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒരു വാലിഡ് നെയിം കൊടുക്കുക. അതിനുശേഷം ഒരു യൂസർ നെയിം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു യൂസർ നെയിം കൊടുക്കുക. ഇവിടെ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള ഒരു യൂസർ നെയിം ആയിരിക്കണം കൊടുക്കേണ്ടത്. യൂസർ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ചാറ്റ് ബോട്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ക്രെഡൻഷ്യൽസും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ചാറ്റ് ബോട്ടിൻ്റെ ലിങ്കും API ക്രെഡൻഷ്യൽസും ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു API കീ പേസ്റ്റ് ചെയ്യുക. ദെൻ സേവ് ദീസ് ക്രെഡൻഷ്യൽ. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ടെലിഗ്രാം ചാറ്റ് ബോട്ടിലെ പുതിയ മെസ്സേജിന് വേണ്ടി എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. ന്യൂലി ക്രിയേറ്റ് ചെയ്ത ചാറ്റ് ബോട്ടിൻ്റെ ലിങ്ക് കിട്ടുന്നതിന് ഡീറ്റെയിൽസിലെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അത് ന്യൂലി ക്രിയേറ്റഡ് ആയ ചാറ്റ് ബോർഡിലേക്ക് റീഡയറക്റ്റ് ആവുന്നു. ഇവിടെ ഒരു സാമ്പിൾ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു സ്റ്റെപ്പ് വർക്കിംഗ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടീഷൻ ചെക്കിംഗ് ആണ്.
ടെലിഗ്രാമിലെ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലെ മെസ്സേജ് മാത്രം ഫിൽറ്റർ ചെയ്യുന്നതിനാണ് ഈ ഒരു കണ്ടീഷൻ ചെക്കിങ്. അതിനുവേണ്ടിയാണ് ഈ ഒരു ഇഫ് കണ്ടീഷൻ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഇൻപുട്ടിൽ വരുന്ന മെസ്സേജിൻ്റെ ID ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. ദെൻ കണ്ടീഷൻ ഈക്വൽ ടു എ നമ്പർ എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു മെസ്സേജ് ID ഇവിടെ കൊടുക്കണം. ഇനി ഈ ഒരു സ്റ്റെപ്പ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഒരു സ്റ്റെപ്പ് വരെ എല്ലാം വർക്കിംഗ് ആണ്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മെസ്സേജിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഇനി നമ്മൾ AI ഏജൻറ്റിനെ ആഡ് ചെയ്യണം. സോ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് AI ഏജൻറ്റിനെ ആഡ് ചെയ്യുക. ഈ ഒരു ഏജൻറ്റിന് ഒരു AI ചാറ്റ് മോഡൽ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഗൂഗിളിൻ്റെ ഫ്രീ ചാറ്റ് മോഡലായ ജെമിനി സെലക്ട് ചെയ്യുന്നു. ഈ ഒരു മോഡലിനും API കീ ആഡ് ചെയ്യണം. ഈ ഒരു API കീയും ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. API കീ കിട്ടുന്നതിന് aistudio.google.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ API കീ ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബട്ടൺ കാണാം. ഇവിടെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് API കീ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു API കീ കോപ്പി ചെയ്യുക. ദെൻ ക്രെഡൻഷ്യൽസിൽ പേസ്റ്റ് ചെയ്യുക. ദെൻ സേവ് ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മോഡൽ ജെമിനി 2.5 ഫ്ലാഷ് ആണ്. ഈ ഒരു ഏജൻറ്റിന് കുറച്ചുകൂടി കോൺഫിഗറേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഏജൻറ്റിൽ ക്ലിക്ക് ചെയ്ത് സോഴ്സ് ഓഫ് പ്രോംപ്റ്റ് ആസ് ഡിഫൈൻഡ് ബിലോ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോംപ്റ്റ് ഏരിയയിൽ ചാറ്റ് ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു ആഡ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ദി സിസ്റ്റം മെസ്സേജ്. ഇവിടെ യൂസർ പ്രോംപ്റ്റായി ഈ ഒരു മെസ്സേജ് ആഡ് ചെയ്യുക. യു ആർ എ ഫ്രണ്ട്ലി അസിസ്റ്റൻറ്റ്, ക്രിയേറ്റ് എൻ ഇവൻറ്റ് ഇൻ ദി ഗൂഗിൾ കലണ്ടർ യൂസിങ് ദി ടൂൾ സെറ്റപ്പ് മീറ്റിംഗ്. ഏജൻറ്റ് ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്താണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോംപ്റ്റിൽ സെറ്റപ്പ് മീറ്റിംഗ് എന്നൊരു ടൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ടൂൾ നമ്മൾ പിന്നീട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു ഏജൻറ്റിന് മെമ്മറി ആഡ് ചെയ്യണം. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സിമ്പിൾ മെമ്മറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സിൽ സെഷൻ ID ആസ് ഡിഫൈൻഡ് ബിലോ എന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ കീ സെറ്റ് ചെയ്യുന്നതിന് മെസ്സേജ് ടെക്സ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് സേവ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ടൂൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഗൂഗിൾ കലണ്ടറാണ് ടൂളായി ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്രെഡൻഷ്യൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് ക്രെഡൻഷ്യൽസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ക്രിയേറ്റ് എൻ ഇവൻറ്റ് ഇൻ ഗൂഗിൾ കലണ്ടർ യൂസിങ് യൂസർ സ്പെസിഫൈഡ് ടൈം എന്ന് ആഡ് ചെയ്യുക. ഫ്രം ലിസ്റ്റിൽ നിങ്ങളുടെ ഇമെയിൽ ID സെലക്ട് ചെയ്യണം. ഇവിടെ സ്റ്റാർട്ട് ടൈം ആൻഡ് എൻഡ് ടൈം ഈ രണ്ട് ഫീൽഡ്സും ഡിഫൈൻഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദി മോഡൽ എന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ടൂളിനെ സെറ്റപ്പ് മീറ്റിംഗ് എന്ന് റീനെയിം ചെയ്യുന്നു. ഇങ്ങനെ റീനെയിം ചെയ്യുമ്പോൾ ഏജൻറ്റിന് ടൂൾസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും.
ഇനി ഈ ഒരു കറണ്ട് വർക്ക് ഫ്ലോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ നോഡ്സും കറക്റ്റായി വർക്കായി, എറേഴ്സ് ഒന്നും ഇല്ല. ഇനി നമുക്ക് ഫൈനൽ നോഡായ ടെലിഗ്രാം നോഡ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ടെലിഗ്രാം ടൂൾ സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ്. ഫസ്റ്റ് ടെലിഗ്രാം നോഡിൽ യൂസ് ചെയ്ത സെയിം ക്രെഡൻഷ്യൽസ് തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓപ്ഷനിൽ ചാറ്റ് ഐ ഡി ആൻഡ് ടെക്സ്റ്റ് എന്നീ ഓപ്ഷൻസ് കാണാം. ഇവിടെ ചാറ്റ് ഐ ഡി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ദെൻ ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ട് ടെക്സ്റ്റായും സെറ്റ് ചെയ്യണം. സോ ഇത്രയും ആകുമ്പോൾ ഏജൻറ്റിൻ്റെ വർക്ക് ഫ്ലോ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു വർക്ക് ഫ്ലോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ ഒരു വർക്ക് ഫ്ലോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ഏജൻറ്റ് യൂസ് ചെയ്ത് ഗൂഗിൾ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഏജൻറ്റിൻ്റെ ആക്യുറസി വേരി ചെയ്യുവാൻ പോസിബിലിറ്റി ഉണ്ട്. ആക്യുറസി എപ്പോഴും യൂസ് ചെയ്യുന്ന മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ അഡീഷണൽ ടൂൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഷീറ്റിൽ നിന്നും കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് മീറ്റിംഗിലേക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള AI ഏജൻറ്റ്സ് ബിൽഡ് ചെയ്യുവാൻ n8n യൂസ് ചെയ്ത് സാധിക്കും. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ലൈക്ക് ദി വീഡിയോ.